ഹായ്, എല്ലാവർക്കും നമസ്കാരം. സുനി കാർത്തിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം ആണ്, അല്ലെങ്കിൽ സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗണിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പൊ നമുക്ക് സിംഗുലർ ആൻഡ് പ്ലൂറൽ നൗൺ എന്താണെന്ന് നോക്കാം. സിംഗുലർ റെഫേഴ്സ് ടു വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ആയിരിക്കണം, ഏതെങ്കിലും ഒരു സ്ഥലത്തിനെ കുറിച്ച് പറയണം, ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറയണം. അതാണ് സിംഗുലർ നൗൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിംഗുലർ നൗണിന്റെ ഡെഫിനിഷൻ നോക്കാം. സിംഗുലർ നൗൺ ഓർ സിംഗുലർ റെഫേഴ്സ് ടു വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. ഇനി പ്ലൂറൽ റെഫേഴ്സ് ടു മോർ ദാൻ വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളായിരിക്കണം, ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളെ കുറിച്ച് സംസാരിക്കണം, ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ കുറിച്ച് സംസാരിക്കണം. അതാണ് പ്ലൂറൽ ഫോം അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ എന്ന് പറയുന്നത്. പ്ലൂറൽ റെഫേഴ്സ് ടു മോർ ദാൻ വൺ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്സ്. നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ സിംഗുലർ മീൻസ് വൺ ആൻഡ് പ്ലൂറൽ മീൻസ് മോർ ദാൻ വൺ. സിംഗുലർ മീൻസ് വൺ and plural means more than one. നമുക്ക് ഇതിന്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പൊ നമുക്ക് സിംഗുലർ നൗണിന്റെയും പ്ലൂറൽ നൗണിന്റെയും കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് വൺ നോക്കിയേ, കാർ. അതൊരു സിംഗുലർ ഫോം ആണ്, കാരണം ഇവിടെ ഒരു കാറിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അപ്പൊ അതിന്റെ പ്ലൂറൽ ഫോം നോക്കാം, കാർ, കാർസ്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് കാർ എന്നുള്ള വേർഡിന്റെ പ്ലൂറൽ ഫോം നമ്മൾ ഉണ്ടാക്കിയെടുത്തത്, ഫോം ചെയ്തെടുത്തത് എങ്ങനെയാന്ന് ചോദിച്ചാൽ സിംഗുലർ നൗൺ ആയ കാറിന്റെ കൂടെ നമ്മൾ എസ് എന്നുള്ളതോട് ചേർത്തു. അങ്ങനെയാണ് ഇവിടെ കാർ, കാർസ് ആയത്. നോക്കൂ, കാർ എന്നുള്ളത് സിംഗുലർ ആണ്, അതിന്റെ പ്ലൂറൽ ഫോം കാർസ്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ഫോം ചെയ്തെടുത്ത് സിംഗുലർ നൗണിന്റെ കൂടെ എസും കൂടി ആഡ് ചെയ്തു, അപ്പൊ അത് പ്ലൂറൽ ഫോം ആയി. നെക്സ്റ്റ് വൺ ടോയ് എന്നുള്ള വേർഡാണ് കേട്ടോ, ടോയ്. അപ്പൊ അതിന്റെ പ്ലൂറൽ ഫോം നമ്മൾ ഫോം ചെയ്തെടുത്ത അങ്ങനെയാണ്, ടോയ് എന്നുള്ള സിംഗുലർ നൗണിന്റെ കൂടെ എസ് എന്നുള്ള അക്ഷരം കൂടെ ചേർത്തു, കണ്ട. അപ്പൊ ടോയ്, ടോയ്സ് എന്നായി, കണ്ട. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നോക്കൂ, ബോക്സ് എന്നാണ് സിംഗുലർ നൗണിൽ തന്നിരിക്കുന്നത്. പക്ഷേ അതിന്റെ പ്ലൂറൽ ഫോമിൽ നമ്മൾ നോക്കൂ, ബോക്സ് എന്നുള്ളതിന്റെ പ്ലൂറൽ ഫോം ബോക്സസ് എന്നായി. അപ്പൊ ഇവിടെ നമ്മള് ഇയും എസും ചേർത്താണ് ബോക്സ് എന്നുള്ള വേർഡിന്റെ പ്ലൂറൽ ഫോം ചെയ്തെടുത്തത്. ബോക്സ്, ബോക്സസ്. നെക്സ്റ്റ് വൺ നോക്കിയേ, മാംഗോ. മാംഗോ എന്നുള്ള വേർഡിന്റെ പ്ലൂറൽ ഫോം നമ്മൾ ഇവിടെ ഫോം ചെയ്തെടുത്തിരിക്കുന്നത് ഇയും എസും ചേർത്താണ്. മാംഗോ, മാംഗോസ്. ബുക്ക്, ബുക്സ്. കണ്ടോ, ഇവിടെ നമ്മൾ എസ് ആണ് ചേർത്തിരിക്കുന്നത്. ഗേൾ, ഗേൾസ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് സിംഗുലർ നൗണിനെ പ്ലൂറൽ നൗൺ ആക്കി എടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലൂറൽ നൗൺ ഫോം ചെയ്തെടുക്കുവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നത് എസ് അല്ലെങ്കിൽ ഇ എസ് എന്ന് ചേർത്തിട്ടാണ് നമ്മൾ ഒരു സിംഗുലർ നൗണിനെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റുന്നത്. ഇവിടെ നോക്കാം, കാർ, കാർസ്, ടോയ്, ടോയ്സ്, ബോക്സ്, ബോക്സസ്, മാംഗോ, മാംഗോസ്, ബുക്ക്, ബുക്സ്, ഗേൾ, ഗേൾസ്. അപ്പൊ നമുക്ക് മറ്റൊരു സെക്ഷനോട് നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ പഠിച്ചത് സിംഗുലർ നൗണിനെ കുറിച്ചും പ്ലൂറൽ നൗണിനെ കുറിച്ചുമാണ്. അപ്പൊ അത് കൂടാതെ ഒരു സെക്ഷൻ കൊണ്ടുണ്ട്, ഇറഗുലർ നൗൺ. അപ്പൊ സിംഗുലർ നൗണിൽ നിന്നും പ്ലൂറൽ നൗണിൽ നിന്നും വ്യത്യസ്തമായ ഒന്നാണ് ഇറഗുലർ നൗൺ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. സം നൗൺസ് ഹാവ് ഇറഗുലർ പ്ലൂറൽ ഫോംസ് that do not follow the standard rules. നമ്മൾ നേരത്തെ പഠിച്ചു സിംഗുലർ നൗണിൽ നിന്നും പ്ലൂറൽ നൗണിലേക്ക് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്. സിംഗുലർ നൗണിന്റെ കൂടെ അതിന്റെ എൻഡ് പോർഷനില് എസും ഇ എസും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സിംഗുലർ നൗണിന്റെ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റിയെടുത്തത്. പക്ഷെ ഇവിടെ അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് റൂൾ എന്ന് പറയുന്നത്. ഒരു സിംഗുലർ നൗണിന്റെ എൻഡില് നമ്മൾ എസും ഇ എസും ആഡ് ചെയ്തിട്ട് പ്ലൂറൽ ഫോം ഉണ്ടാക്കി എടുക്കുന്നുള്ളതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് റൂൾ. എന്നാല് ചില നൗൺസിന് ഈ സ്റ്റാൻഡേർഡ് റൂൾ ഫോളോ ചെയ്യാതെ തന്നെ ഇറഗുലർ പ്ലൂറൽ ഫോംസ് വരും.
അതിന് കുറച്ച് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചൈൽഡ് കണ്ടോ, ചൈൽഡ് ചിൽഡ്രൻ എന്നാണ് അതിന്റെ പ്ലൂറൽ ഫോം. ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയാണ്. ചിൽഡ്രൻ മീൻസ് മോർ ദാൻ വൺ. മൗസ് ഒരു എലിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ മൈസ് എന്ന് പറയുമ്പോൾ മൗസിന്റെ പ്ലൂറൽ ഫോം ആണ്. ദാറ്റ് മീൻസ് മോർ ദാൻ വൺ. അതുപോലെ ടൂത്ത്, ടൂത്ത് എന്ന് മീൻസ് നമ്മുടെ ഒരു പല്ലിനെ കുറിച്ചാണ് പറയുന്നത്. ടീത്ത് മീൻസ് മോർ ദാൻ വൺ. കണ്ടോ, സിംഗുലർ പ്ലൂറൽ ഫോം. അതുപോലെ ലീഫ്, ഇവിടെ ഒരു ഇലയെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. ലീവ്സ് എന്ന് പറഞ്ഞാലോ മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ എന്നുള്ളതാണ്. വുമൺ ഒരു സ്ത്രീയാണ്, സ്ത്രീയെ മാത്രം ഒരു സ്ത്രീയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വുമൻ എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ആണ്. അപ്പം ഇറഗുലർ നൗണോടെ ചേർത്ത് പഠിക്കണം. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് റൂൾസ് എന്ന് പറയുമ്പോൾ എസും ഇ എസും ആഡ് ചെയ്ത് പ്ലൂറൽ ഫോം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് സ്റ്റാൻഡേർഡ് റൂൾസ്. അതല്ലാതെയുള്ള നൗൺസ് ആണ് ഇത്ര. ഇതുപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ കുറച്ച് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഇവിടെ തന്നിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അടുത്തൊരു ടോപ്പിക്കുമായി വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റ.